ചേട്ടാ, ഈ കഴിഞ്ഞ ദിവസം സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ വാഹനം ഓടിക്കുകയും അതിൽ ഒരു ലോട്ടറി വിൽപ്പനക്കാരനായ ഒരു വ്യക്തിയെ വാഹനം ചെന്ന് ഇടിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ്. നാട്ടുകാർ കൈയോടെ പിടികൂടിയതും പിന്നീടുള്ള അവരുടെ പ്രതികരണമൊക്കെ എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നലെ ആ വാഹനം ഇടിച്ച വ്യക്തി മരണപ്പെട്ടിരുന്നു. അപ്പോൾ എന്താണ് ആ കേസിൻ്റെ ബാക്കി വിശദാംശങ്ങൾ? തങ്കരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ലോട്ടറി വിൽപ്പനക്കാരനാണ്. ഡിസംബർ 24 രാത്രി നാട്ടകത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. സിദ്ധാർത്ഥ് നമുക്കറിയാമല്ലോ, തട്ടിയും മുട്ടിയും എന്നുള്ള തട്ടിയും മുട്ടിയും ആ സീരിയലിലൂടെയാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നത്. നല്ല സീരിയലായിരുന്നു, നല്ല റേറ്റിംഗ് ഉള്ള സീരിയലും അതിനകത്ത് കുറേ കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സീരിയലിൻ്റെ സംപ്രേഷണം അവസാനിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഉപ്പും മുളകിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ചെയ്തു വരികയായിരുന്നു. 26 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പം നമുക്ക് ചില ആളുകളോട് വലിയ ഇഷ്ടം തോന്നും. അത് സ്ക്രീനിൽ വരുന്ന ആളുകളോട് നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് വളരെ ചെറിയ പ്രായത്തിലേ വന്ന ഒരു പയ്യനായിട്ടിരിക്കുമ്പോൾ തന്നെ വന്ന ആളല്ലേ. അപ്പോൾ അത്രയും ഇഷ്ടം നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആളാണ് യഥാർത്ഥത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ വിചാരിക്കും. നമുക്കൊരു വാത്സല്യവും അടുപ്പവും ഇഷ്ടമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇഷ്ടമുള്ള സിദ്ധാർത്ഥാണ് ഈ കോട്ടയം ഭാഗത്ത് നിന്ന് അമിത വേഗതയിൽ കാർ ഓടിച്ച് മദ്യലഹരിയിൽ എത്തുന്നത്. എത്തിയിട്ട് ഇയാളുടെ ഈ കാറ് മറ്റു വാഹനങ്ങളിലൊക്കെ ഇടിച്ചതിന് ശേഷമാണ് ഈ വഴിയാത്രക്കാരനായ തങ്കരാജിനെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. തങ്കരാജിൻ്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേൽക്കുന്നു. തലയ്ക്ക് പരിക്കേറ്റ തങ്കരാജിനെ ഒരാഴ്ചയായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ആ ചികിത്സ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു. അന്ന് ചിങ്ങവനം പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തു. ഈ സിദ്ധാർത്ഥിനെ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു. അന്ന് നമ്മൾ കണ്ട വീഡിയോയിൽ നമ്മൾ അതുവരെ കണ്ട സിദ്ധാർത്ഥിനെ അല്ല കണ്ടത്, മറ്റൊരു മുഖമാണ്. ഇപ്പം നമ്മുടെ നിരത്തുകളിൽ വാഹന അപകടങ്ങൾ സംഭവിക്കും, നിത്യവും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വാഹനം ഓടിക്കുന്ന ആളുകളുടെ കുഴപ്പം കൊണ്ടും അല്ലാതെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നാട്ടുകാർ വരുമ്പോൾ അവരോട് കയർക്കുന്നു, പോലീസ് വരുമ്പോൾ പോലീസിനെ എതിർക്കുന്നു, കയർക്കുന്നു, അവരുമായി ബഹളം ഉണ്ടാക്കുന്നു. അവസാനം പിന്നെ നമുക്ക് വലിയ സങ്കടം തോന്നുന്ന തരത്തിലൊക്കെയാണ് ഇയാളെ കഴുത്തിലൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയും വലിച്ചഴച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്തൊരു നമ്മളിഷ്ടപ്പെടുന്ന ഒരു സീരിയൽ നടൻ ആ നടനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ഒരു വിഭാഗം ആളുകൾ അതിനെ അനുകൂലിക്കുകയും ഒരു വിഭാഗം ആളുകൾ പ്രതികൂലിക്കുകയും ചെയ്തു. അങ്ങനെ അനുകൂലിച്ച് അന്ന് 24 പോസ്റ്റ് ഇട്ട ആളാണ് ഒരു സീരിയൽ നടൻ. അതെ, അദ്ദേഹം ജിഷിൻ മോഹൻ. പക്ഷേ ഈ ജിഷിൻ മോഹനെ ഇപ്പോൾ ഈ തങ്കരാജ് മരണപ്പെട്ടതിന് ശേഷം നാട്ടുകാർ വന്നിട്ട് സൈബർ അറ്റാക്ക് സോഷ്യൽ മീഡിയയിൽ പഞ്ഞിക്കിടുകയാണ്. അന്ന് തന്നെ ഇതിനെ അനുകൂലിച്ച് ജിഷിൻ മോഹൻ പോസ്റ്റ് ഇടുന്ന സമയത്ത് തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ തങ്കരാജ് മരണപ്പെട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലിപ്പോൾ ഒരാൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് അയാൾക്ക് പ്രത്യേക ഒരു സ്റ്റാറ്റസ് ഒന്നുമില്ല. എല്ലാ ആളുകൾക്കും ഏതൊരു പൗരനും ഉള്ളതുപോലെ തന്നെയാണ് അയാൾക്കും ഉള്ളത്. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് നിയമമുള്ള നാടാണ്. പക്ഷെ അതൊന്നും ആരും പാലിക്കാറില്ല. അത് മറ്റൊരു കാര്യം. എൻ്റെ നാട്ടിൽ 2 പെൺകുട്ടികൾ, എനിക്ക് വളരെ കുടുംബമായിട്ട് അടുപ്പമുള്ള 2 പെൺകുട്ടികൾ. അവർ അന്ന് +1 +2 ഒക്കെ പഠിക്കുന്ന ആ സമയമാണ്. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്താണ് ഇതുപോലെ ഒരു കല്യാണ പാർട്ടിയിൽ പങ്കെടുത്തിട്ട് 4 ചെറുപ്പക്കാർ. അപ്പം അവിടെ ഒരു ഇങ്ങനെ ഹമ്പുണ്ട്. ആ വളരെ വേഗത്തിൽ ബാറിലേക്ക് പോവുകയാണ്. ബാറിലേക്ക് ഈ വാഹനത്തിൽ പോകുന്ന സമയത്ത് ഈ കുട്ടികൾ നടന്നു വരുന്നു. അന്ന് STD ബൂത്തൊക്കെ ഉണ്ട്. അവിടെ കയറി ഫോൺ ചെയ്തതിന് ശേഷം ഒരു സംഘടനയുടെ ഭാരവാഹികളും കൂടെ ആയിരുന്നു, കുട്ടികളുടെ സംഘടനയുടെ. അത് മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഫോൺ ചെയ്ത് അറിയിച്ചതിന് ശേഷം ഇറങ്ങി വരുന്ന സമയത്താണ് ഈ ഹമ്പ്. അപ്പോൾ നല്ല വേഗത്തിൽ വരികയാണ്. ഈ ഹമ്പ് ചാടിക്കടന്നിട്ട് ഈ വണ്ടി 2 പെൺകുട്ടികളെ ഇടിച്ചിട്ട് ഈ വണ്ടി മറിഞ്ഞു. പക്ഷേ കുട്ടികൾ 2 പേരും ആ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു. നമുക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു അപ്പോൾ ഇവർക്ക് പക്ഷേ ഒന്നും സംഭവിച്ചില്ല. വണ്ടി മറിഞ്ഞെങ്കിലും ആ വാഹനത്തിലിരുന്ന ആളുകൾക്ക് ചെറിയ പരിക്കല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. മറ്റുള്ളവരുടെ ജീവൻ പോയി. അപ്പോൾ അവർ മദ്യപിച്ചിട്ട് വീണ്ടും കുപ്പിയെടുക്കാൻ വേണ്ടിയിട്ട്, മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് ബാറിലേക്ക് വരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് പേരുടെ ജീവൻ റോഡിൽ പൊലിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരാൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാൾ ഇങ്ങനെ കാണിക്കുമ്പോൾ, അതായത് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഒരാൾ ഇങ്ങനെയല്ലല്ലോ പെരുമാറുന്നത്. ഇപ്പോൾ കണ്ണനായാലും കണ്ണൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കണ്ണൻ
ഒരു ആ പ്രായത്തിൻ്റെ കുസൃതിയും കുറുമ്പും ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് നമ്മുടെ വീട്ടകങ്ങളിലേക്ക് കടന്നു വരുന്നത്. മഞ്ജു പിള്ളയാണ് കണ്ണൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത്. മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്, അച്ഛൻ കഥാപാത്രം ചെയ്ത നടൻ. അതുപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹം നസീർ സംക്രാന്തിയൊക്കെ അതിനകത്ത് ഗംഭീര വേഷം ചെയ്ത ആളാണ്. മറ്റേ ഇദ്ദേഹം കവിയാണ്, ഓഫീസിലൊന്നും ജോലിക്കൊന്നും പോകത്തില്ല, കവിയാണ് ഇദ്ദേഹം. ഇങ്ങനെ ഡയറിയൊക്കെ കക്ഷത്ത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ടോ ആ സീരിയൽ? അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരാൾ. അപ്പോൾ നമ്മളിഷ്ടപ്പെട്ട ഒരു പയ്യൻ, ആ പയ്യൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു വാണിംഗ് ആണ്. ഇതൊന്നും കണ്ടതുകൊണ്ടൊന്നും പഠിക്കുകയില്ല. അപ്പോൾ എത്രയോ സെലിബ്രിറ്റീസ് നമുക്കറിയാമല്ലോ, സീരിയൽ നടിമാർ മദ്യപിച്ചിട്ട് റോഡിൽ വാഹനാപകടം ഉണ്ടാക്കുകയും ബഹളം ഇടുകയൊക്കെ ചെയ്യുന്ന. അപ്പോൾ അവരുടെ ധാരണ, ഞങ്ങളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞങ്ങൾക്കിതൊക്കെ ആകാം, ആ ചിന്തയാണ്. ഞങ്ങൾ മദ്യപിക്കും, ഞങ്ങൾ വാഹനം ഓടിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മദ്യപിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ നമ്മുടെ നാട്ടിൽ മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്ന് നിയമമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മദ്യപിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ അവകാശമില്ല. മദ്യപാനം നമ്മളിവിടെ നിരോധിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ സർക്കാരിൻ്റെ പുതിയ ബ്രാൻഡ് വരുന്നതിന് പേര് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒന്നുകിൽ മദ്യപിച്ചിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങുക. നിങ്ങളുടെ ക്ഷീണം മാറുന്നത് വരെ, നിങ്ങളുടെ കെട്ട് മാറുന്നതും വരെ കാശുണ്ടല്ലോ, എവിടെയെങ്കിലും ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ കിടന്നുറങ്ങണം. അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രൈവറെ വയ്ക്കണം. എത്രയോ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഡ്രൈവറെ വയ്ക്കുക, തൽക്കാലത്തേക്ക് ഒരു ഡ്രൈവറെ കിട്ടുമല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ തന്നെ വാഹനം ഓടിക്കാൻ ഏർപ്പാട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ വാഹനം നമ്മുടെ കൺട്രോളിൽ നിൽക്കും എന്നുള്ളതൊക്കെ തെറ്റായ ധാരണയാണ്. എത്ര വലിയ ഡ്രൈവറാണെന്ന് പറഞ്ഞാലും പിന്നെ ഭാഗ്യം കൊണ്ടൊക്കെയാണ്. അപ്പോൾ മദ്യപിച്ച് കഴിഞ്ഞാൽ വാഹനം നമ്മുടെ കൺട്രോളിലൊന്നും നിൽക്കുകയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇനിയെങ്കിലും ഇത്തരം സെലിബ്രിറ്റീസ് റോഡിൽ ഇറങ്ങുമ്പോൾ ചെയ്യാൻ പറ്റുന്നത്, ഒരു ഡ്രൈവറെ ഒപ്പം കരുതുക. എന്തായാലും മദ്യപിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മദ്യപിച്ച് കഴിഞ്ഞാൽ മഹാ അലമ്പാണ് എന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ് അല്ലേ? മദ്യപിച്ച് കഴിഞ്ഞാൽ ഇയാളുടെ സ്വഭാവം. അതുമാത്രമല്ല, ഈ കൊച്ചിയിൽ നേരത്തെ മോഡലുകൾ കൊല്ലപ്പെട്ട ഒരു മരണപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേര് അതെ പറഞ്ഞു കേൾക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയൊന്നും ആകാൻ പാടില്ല. നമ്മളൊരു ചെറിയ പ്രായത്തിൽ തന്നെ അത്രയും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ആളുകൾ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സ്വയം ബോധം ഉണ്ടാകണം. നമ്മളെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ ആ ഒരു ശ്രദ്ധ, വേറൊരു ഡ്രൈവറെ വയ്ക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങുകയൊക്കെ ചെയ്തിട്ട് വണ്ടി എടുത്താൽ മതി. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കുക, ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. വിലപ്പെട്ട ഒരു ജീവനാണ്. അദ്ദേഹം ഒരു ലോട്ടറി വിൽപ്പനക്കാരനാണ്. മറ്റൊരു സ്വദേശത്തു നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടി വന്ന ഒരു മനുഷ്യനാണ്, കുടുംബം പോറ്റാൻ വേണ്ടി വന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരാളെ വണ്ടി ഇടിച്ചിട്ടിട്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ ഷോ കാണിക്കുക എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അവരോട് ദേഷ്യപ്പെടുമ്പോൾ മദ്യപിച്ച് ലക്കില്ലാതിരിക്കുകയാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചില ആളുകൾ, പ്രത്യേകിച്ച് വാഹനാപകടമൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് രോഷാകുലരാകുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവരുടെ രോഷപ്രകടനം അങ്ങനെ ഉണ്ടായി. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ പകരം ഒരാളെ കരുതുകയോ എവിടെയെങ്കിലും കിടന്നുറങ്ങുകയോ ഒക്കെ ചെയ്യുക. ഒരു പ്രത്യേക പദവിയൊന്നും ഒരു സിനിമാ താരമായതുകൊണ്ട്, എല്ലാവരും ഒരുപോലെയാണ്. സിനിമാ താരമായതുകൊണ്ടോ സീരിയൽ താരമായതുകൊണ്ടോ പിന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും. കാരണം അത് അവരാ ചെയ്യുന്ന കഥാപാത്രം, എല്ലാവരും, ചില ആളുകളൊക്കെ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരോടും നമുക്ക് ആ ഒരു ഇഷ്ടം തോന്നത്തില്ല. ചില ആളുകളോട്, ചില സീരിയലിൽ, ചില ഷോ ഒക്കെ ചെയ്യുന്ന ആളുകളോട്, ഇപ്പോൾ നമുക്ക് ഉപ്പും മുളക് യഥാർത്ഥത്തിൽ കൊണ്ടുപോകുന്ന പിള്ളേരാണ്. അവരോടുള്ള ഇഷ്ടം നമുക്കുള്ളത് കൊണ്ടാണ് ആ സീരിയൽ അങ്ങനെ ഓടിപ്പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്തായാലും ഈ സിദ്ധാർത്ഥിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും. അപ്പം മറ്റു വകുപ്പുകളും കൂടെ ചേർത്ത് അറസ്റ്റ് ചെയ്യും. ശരി.